ഗുഡ് മോർണിംഗ്. ഇത് റവയാണ്. നമ്മൾ പക്ഷേ ഇന്ന് റവ വെച്ച് ഉപ്പുമാവല്ല ഉണ്ടാക്കുന്നത്. റവ വെച്ച് പുട്ടുണ്ടാക്കും. പാത്തിന് ഉപ്പുമാവ് ഇഷ്ടമല്ല. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും പുതിയൊരു ഡയറിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു എല്ലാവരെയും. ഇത് നമ്മൾ റവ വെച്ച് നമ്മൾ ഉപ്പുമാവല്ല ഉണ്ടാക്കുന്നത് കേട്ടോ. റവ വെച്ച് നമ്മൾ പുട്ടാണ് ഉണ്ടാക്കുന്നത്. കാരണം പാർത്ഥനാണെങ്കിൽ ഈ ഉപ്പുമാവിനോട് തീരെ താല്പര്യമില്ല. അവന് പുട്ടാണെങ്കിൽ അവനും കഴിച്ചോളും റവ വെച്ച് ഉണ്ടാക്കുന്നത്. പക്ഷേ ഉപ്പുമാവ് കഴിക്കുന്നത് നമ്മുടെ ചോളപ്പൊടിയുടെ ഉപ്പുമാവ് ഉണ്ടാക്കാമെങ്കിലുണ്ടല്ലോ അവൻ കഴിക്കും. ഒന്നുമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. അരിപ്പൊടി കൊണ്ട് പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെയാണ്. നമ്മൾ അരിപ്പൊടി പുട്ടിന് കുഴയ്ക്കുന്നതിനേക്കാൾ ഒരു ശകലം കൂടി വെള്ളം കൂടുതൽ ചേർത്ത് ഒന്ന് നനയ്ക്കണമെന്നേ ഉള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ ഇതിങ്ങനെ തരി പൂണക്കിരിക്കും, നനയാത്തത് പൂണക്കിരിക്കും. പെട്ടെന്ന് തന്നെ നമുക്ക് പുട്ടുണ്ടാക്കിയെടുക്കാം. പാർത്ഥമ്മോനാണെങ്കിൽ പനിയാണ് കേട്ടോ. അവന് പനിയുടെ ഭയങ്കര ബുദ്ധിമുട്ടും മൂക്കടപ്പും കാര്യങ്ങളും ഒക്കെയാണ്. പിന്നെ നമുക്കിന്നൊരു മത്തങ്ങ എരിശ്ശേരി വെക്കണം. അപ്പം അതിന് വേണ്ടി ഞാൻ മത്തങ്ങ കഷ്ണങ്ങളാക്കും. വീട്ടിൽ പോയപ്പം അവിടെ ഉണ്ടായതാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ പോയപ്പോൾ അമ്മ തന്നു വിട്ടതാണ്. ഞാൻ മത്തങ്ങ തൊലിയെല്ലാം നന്നായിട്ട് കളഞ്ഞിട്ട് കുക്കറിനകത്തിട്ട് ഒന്ന് വേവിക്കാമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വെന്ത് കിട്ടും. അതിന് മുന്നേ തന്നെ ഞാൻ വൻപയർ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് ഉടച്ച മത്തങ്ങയ്ക്കകത്തോട്ട് നമുക്ക് ഈ വേവിച്ച വൻപയറും ഇട്ട് കൊടുക്കണം. പിന്നെ അതിൻ്റെ അരപ്പുകൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. അരപ്പ് തേങ്ങയും വെളുത്തുള്ളിയും ജീരകവും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് നല്ല മീൻകറിക്കൊക്കെ നമ്മൾ മഷി പോണ് കരച്ചെടുക്കത്തില്ലേ, അതേപോലെ കരച്ചത് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് ഉപ്പും വെച്ച് ഇട്ട് നമ്മൾ കഷ്ണത്തിന് ഉപ്പിട്ടതാണെങ്കിൽ പരുവത്തിന് വേറെ ചേർക്കണ്ട. പിന്നെ എരിക്ക് വേണ്ടി ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. നല്ല നീല കളർ ഉണ്ടമുളക്, നല്ല എരിയാണ്. അപ്പോൾ അതും കൂടി ഞാൻ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് കടുക് വറുക്കാം. ഞാനാണെങ്കിൽ ഈ ഒരു മത്തങ്ങ എരിശ്ശേരി വെക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഈ ഒരു സ്റ്റൈലിലാണ് ഞാൻ വെച്ചേക്കുന്നത് കേട്ടോ. കൊല്ലംകാരുടെ സ്റ്റൈലിലാണ് ഞാൻ വെച്ചേക്കുന്നത്. പിന്നെ ഓരോ സ്ഥലത്തും ഈ ഒരു രീതിയിലായിരിക്കത്തില്ല, വേറെ രീതിയിലൊക്കെ ആയിരിക്കും. നമ്മുടെ ഇവിടുത്തെ രീതിയാണ് ഞാൻ ഈ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ചട്ടി വെക്കുക, എണ്ണ ഒഴിക്കുക, ചൂടാകുമ്പോൾ ഉള്ളി ഇട്ട് മൂപ്പിക്കുക, കടുക് പൊട്ടിക്കുക, കറിവേപ്പില ഇടുക. പിന്നെ നമുക്ക് വറ്റൽമുളക് അതും കൂടെ പൊട്ടിച്ചിട്ടിട്ട് നമുക്ക് ഈ നമ്മുടെ വെന്തിരിക്കുന്ന കറിക്കകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ തേങ്ങ ഉണ്ടല്ലോ, തേങ്ങയും കൂടി ചേർക്കണം കേട്ടോ. അതെന്ന് പറഞ്ഞാൽ ഞാനാണെങ്കിൽ തേങ്ങ വറുത്ത് ഇങ്ങനെ ഒരു ടിന്നിനകത്ത് ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചേക്കും. എപ്പോഴും തേങ്ങ വറക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട്. അപ്പോൾ ഈ വറുത്ത തേങ്ങ ഫ്രിഡ്ജിനകത്ത് നിന്ന് എടുത്തതായതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒന്ന് ചൂടാക്കുന്നത്. നമ്മളിപ്പോൾ എരിശ്ശേരി, ഇപ്പോൾ ഇവിടെയൊക്കെ എങ്ങനെയാണ് ചക്ക എരിശ്ശേരി വെച്ചാലും എന്ത് എരിശ്ശേരി വെച്ചാലും അതിനകത്തിലിങ്ങനെ തേങ്ങ മൂപ്പിച്ച് ചേർക്കാമെന്നുണ്ടെങ്കിൽ ആ കറിക്കൊരു പ്രത്യേക മണവും ടേസ്റ്റും ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി സൂപ്പറായിരിക്കുമേ. അപ്പോൾ പിന്നെ നമ്മുടെ ചക്ക കറിയൊക്കെ സെറ്റായിട്ടുണ്ട്. പിന്നെ പാർത്ഥനും അണ്ണനും എല്ലാവരും പോയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും പോയി. പിന്നെ ഞാനാണെങ്കിൽ വെളിയിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങാമെന്ന് കരുതി. കഴിഞ്ഞ ദിവസത്തിലെ കാറ്റിലെയും മഴയ്ക്കും സംഭവിച്ചാണ് കേട്ടോ ഞങ്ങളുടെ ഈ വേലി ഇങ്ങനെ മറിഞ്ഞ് കിടക്കുന്നത്. അപ്പോൾ ഞാൻ കരുതി ഇതിങ്ങനെ ഒന്ന് ഇത് കുഴിക്കേണ്ട കാര്യമില്ല, കുഴിക്കകത്തുനിന്ന് തന്നെ ഊരി വീണേ, അത്രയ്ക്കും നല്ല കാറ്റായിരുന്നു. ഞാൻ നോക്കിയിട്ട് അത് കുഴി എടുക്കേണ്ട, അതിനകത്ത് തന്നെ നന്നായിട്ട് ഉറപ്പിച്ചിട്ട് അതിൻ്റെ മുകളിലോട്ട് മണ്ണൊക്കെ നീക്കിയിട്ട് നന്നായിട്ട് ഉറപ്പിച്ച് വെക്കാമെങ്കിൽ അങ്ങനെ തന്നെ ഇങ്ങ് ഇരുന്നോളുമല്ലോ. ഇവിടെ നമുക്ക് ഇത്രയും കുഴപ്പങ്ങളല്ലേ ഉണ്ടായിട്ടുള്ളൂ. ഓരോ സ്ഥലങ്ങളിൽ കാറ്റിലും മഴയത്തും ഒക്കെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാവുന്നതല്ലേ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്ക് ഇത്രയും തന്നെ വന്നപ്പോൾ നമ്മൾ എന്ത് പാടുപെട്ട്. എല്ലാവർക്കും വീടൊക്കെ നഷ്ടപ്പെട്ടവർ എന്തും വേണ്ടി വിഷമിക്കുമായിരിക്കും അല്ലേ. ഉരുൾപൊട്ടലൊക്കെ വന്നവർ, വെള്ളം കയറിയവരൊക്കെ. വെള്ളം കയറുന്നതിൻ്റെ ബുദ്ധിമുട്ട് എനിക്ക് നന്നായിട്ട് അറിയാം കേട്ടോ. കാരണം മലനടയിലെ വീട്ടിൽ അവിടെ വയലിലല്ലേ താമസിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു കുഞ്ഞു മഴ പെയ്താലും വെള്ളം കയറും, വീടിനകത്തൊക്കെ വെള്ളം കയറും. പക്ഷേ ഈ പ്രാവശ്യം എന്തോ ദൈവത്തിൻ്റെ ഭാഗ്യം കൊണ്ട് വെള്ളം കയറിയില്ലെന്ന് തന്നെ പറയാം. വെള്ളം കയറി കഴിയുമ്പോഴല്ല, വെള്ളം കയറിയിട്ട് ഇറങ്ങി കഴിയുമ്പോഴാണ് നമുക്ക് ഇരട്ടി പണി അതിനകത്ത് വരുന്നത്. കാരണം എല്ലായിടത്തെയും ചെളിയും അഴുക്കും മണ്ണും എല്ലാം നമ്മുടെ പെരയ്ക്കകത്ത് വന്ന് കയറുന്നതല്ലേ. ഇതെല്ലാം നല്ല വൃത്തിയായിട്ട് കഴുകി ഇറക്കി ഡെറ്റോളൊക്കെ ഇട്ട് കഴുകി ഇറക്കിയിട്ട് വേണം നമുക്ക് അതിനകത്ത് താമസിക്കാൻ. ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് വെള്ളം കയറി ഇറങ്ങിപ്പോയി കഴിയുമ്പം. നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് തിരിച്ചു വരാം. എൻ്റെ ശംഖുപുഷ്പം രണ്ടും കൂടി അവിടെ കുറേ ശംഖുപുഷ്പം വെച്ചിട്ടുണ്ട്. ഇത് വെള്ളപ്പൂ പിടിക്കുന്ന ശംഖുപുഷ്പം കേട്ടോ. അപ്പം നീലപ്പൂ പിടിക്കുന്ന കൊണ്ടുവന്ന് വെച്ചിട്ടേ ഉള്ളൂ, അത് കിളിച്ചിട്ടില്ല. അപ്പം ശംഖുപുഷ്പം ഞങ്ങളെ വേർപിരിക്കാൻ പറ്റൂല, ഞങ്ങൾ സയമസിരട്ടകളാണ്, ഞങ്ങൾ ഒന്നിച്ചേ വളരത്തുള്ളൂ എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇതിങ്ങനെ വേർപിരിച്ചിട്ട്
2 തൂണിലേക്ക് കയറ് കെട്ടി അവരെ അതിലേക്ക് കയറ്റാമെന്നുള്ളൊരു ഉദ്ദേശത്തിലാണ്. അപ്പം എന്തുവാണെന്ന് വിജയിക്കുവോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. കാരണം നമ്മളിപ്പോൾ പയറും ൻ്റെയൊക്കെ വള്ളിയാണെങ്കിലും പയറ് പാവലിൻ്റെയൊക്കെ വള്ളിയാണെങ്കിൽ നമ്മളിങ്ങനെ പന്തലിട്ട് കൊടുക്കുമല്ലോ. പക്ഷേ ഇവർ നമ്മൾ ഇട്ട് കൊടുക്കുന്നതിനകത്തോട്ട് കയറത്തില്ല. അവർക്ക് തോന്നുന്നിടത്തോട്ടല്ലേ പോകുന്നത്. അപ്പോൾ അതേപോലെ ആവുമോ എന്തോ നമുക്ക് കണ്ടറിയാം. ദൈവത്തിനറിയാം. ഞാൻ എന്തായാലും 2 പേരെ 2 തൂണിനകത്തോട്ട് കയറ്റാൻ കയറൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ മുറ്റത്ത് ഇന്നൊരു ദിവസം കൊണ്ട് എന്തായാലും ഞാൻ പോച്ച മൊത്തം പറിച്ചു കേട്ടോ. ഞാനിപ്പോൾ ഇന്നൊരു പോച്ച പറിച്ചു, നാളെ ആകുമ്പോഴത്തേക്കിനും 2 എണ്ണം കിളിക്കും. എന്നേക്കാളും മത്സരമാണ് പോച്ചയ്ക്ക്. നീ ഒരെണ്ണം പറിച്ചാൽ ഞങ്ങൾ 2 എണ്ണം കിളിക്കും എന്നുള്ള രീതിയിലാണ് പോച്ചയും ഞാനും തമ്മിൽ. പിന്നെ ഇപ്പം നമുക്ക് പോച്ചയൊക്കെ പറിച്ചാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ വാവ് വരുന്നു, പിന്നെ ഓണം വരുന്നു. അപ്പം നമുക്ക് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ വൃത്തിയാക്കണ്ടേ. പല നാടുകളിലും പല സ്ഥലങ്ങളിലും പല ആചാരങ്ങളും പല രീതികളുമാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞാൽ വാവ് ഒട്ടുമിക്ക ആൾക്കാർ ഓണം പോലെ തന്നെ ആഘോഷിക്കും. പരിപ്പും പപ്പടവും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ ഊണൊരുക്കും കേട്ടോ. കാരണം നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മളെ മൺമറഞ്ഞു പോയിട്ടുള്ള നമ്മുടെ പിതൃക്കൾ നമ്മുടെ വീട്ടിലേക്ക് നമുക്കുള്ളവരെ കാണാൻ ഒരു വർഷത്തിലൊരിക്കൽ കാണാൻ വരുന്ന ദിവസമാണെന്നാണ് നമ്മൾ അങ്ങനെ ഒരു ആചാരം, അങ്ങനെ വിശ്വസിക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടി കൊടുക്കാനും കൂടിയാണ് നമ്മളിതെല്ലാം ഉണ്ടാക്കുന്നത്. അപ്പോൾ രാവിലെ ചില വീടുകളിൽ രാവിലെ ഉമിക്കിരിയും വെള്ളവും വെക്കും, പിന്നെ കരിക്ക് വെക്കും ഇവർക്ക് വരുന്നവർക്ക് മുഖം കഴുകാൻ. പിന്നെ ഉച്ചയ്ക്ക് രാവിലെ നമ്മൾ കഴിക്കാൻ എന്താണോ ഉണ്ടാക്കുന്നത് അത് വെക്കും. പിന്നെ ഉച്ചയ്ക്കത്തെ നല്ല സമൃദ്ധമായിട്ടുള്ള ഒരു ഊണ്, ഇറച്ചിയോ എന്തെങ്കിലുമൊക്കെ കൂട്ടിയുള്ളൊരു ഊണ് അങ്ങനെ വെക്കും കേട്ടോ. ഓരോ സ്ഥലങ്ങളിലെ ആചാരം, ഞങ്ങളുടെ ഇവിടുത്തെ ഈ ആചാരമാണ് ഞാൻ പറഞ്ഞത്. എല്ലായിടത്തും അങ്ങനെയാണോയെന്ന് എനിക്കറിയത്തില്ല. പിന്നെ കേൾക്കുന്നവർക്ക് ഇതൊരു തമാശയായിട്ട് തോന്നാം. പാർത്തമോനും അങ്ങനെ വന്നു കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു. ടേക്ക് കെയർ, ബൈ ബൈ, ടാറ്റ ആൻഡ് കീപ് സ്മൈലിംഗ്.